ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ട് വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് സ്വാദിഷ്ടമായ കേക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ക്രാഫ്റ്റ് ചാനലല്ലേ? അതെ, ഇത് ക്രാഫ്റ്റ് ചാനലാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പേപ്പർ കേക്കാണ്. മാത്രമല്ല ഈ കേക്കിനകത്ത് നിങ്ങൾക്ക് സർപ്രൈസസ് ഒളിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ സിബ്ലിങ്സിൻ്റെയോ ആരുടെയും ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തിന്നാൻ പറ്റാത്തൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തിനാ സ്വാദിഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ എടുക്കുക, സെൻറ്റർ ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 1 or 1.5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് പണ്ട് മുതലെന്നൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ പല്ല് നമ്മൾ വരച്ചു കൊടുക്കില്ല, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആ കേക്ക് ഏത് സൈസിൽ വേണോ ആ സൈസിലൊന്ന് നിങ്ങളത് റൗണ്ട് ചെയ്തിട്ട് സർക്കിൾ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞി കേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് ചെറിയ സർക്കിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, ഒരു സർക്കിൾ കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബേസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബേസ് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക, നമ്മുടെ ക്രോക്കോഡൈൽ ടീത്ത്, പിന്നെ അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഈ കേക്കിൻ്റെ ബേസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ലിഡ് എത്ര സൈസ് വേണം എന്നുള്ളത് അളന്നിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് വീണ്ടും സെയിം പ്രോസസ്സ്, എന്താണ് നമ്മളത് സർക്കിൾ കട്ട് ചെയ്തിട്ട് ആ ലിഡൊന്ന് കവർ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പിങ്ക് കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ചെയ്താൽ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പറാണ്. അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പിരിച്ചെടുക്കുക അല്ലേ, അതുപോലെ ചെയ്യാം. എന്നിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ അതുപോലെ എടുത്തിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്കുള്ള ഐസിങ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഐസിങ് പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കോർ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പറിൻ്റെ ബിറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം വരുന്നുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങനെ ചുരുണ്ടി കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കേക്ക് ഒന്ന് ഡെക്കോറും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് പേപ്പറല്ല, ഫോം ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് ചുറ്റിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് നമുക്ക് അല്ലേ. നമ്മൾ ശരിക്കും കേക്ക് ഉണ്ടാക്കിയാൽ കിട്ടും ഈ ഒരു ലുക്ക്. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കി പേപ്പർ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഉണ്ടാക്കിയ പ്ലം എങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വുഡൻ ബീഡ് എടുത്തിട്ട് റെഡ് കളർ അടിച്ചിട്ട് ഒരു കാർഡ്ബോർഡ് കൊണ്ട് അതിൻ്റെ ഒരു സ്റ്റെമ്മും വെച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ്സ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റില്ല, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റ്സ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.